വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജനമേറെ പ്രതീക്ഷിച്ച ചില മുഖങ്ങളുണ്ടായിരുന്നു. അതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് 2 പേരാണ്, VT ബൽറാമും ചാണ്ടി ഉമ്മനും. എന്നാൽ പുറത്തു വരുന്ന മന്ത്രിമാരുടെ പട്ടിക കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടിയിരിക്കുകയാണ്. അർഹതപ്പെട്ടവരെ വെട്ടിമാറ്റി ഗ്രൂപ്പ് കളികൾക്കും ജാതി മത സമവായങ്ങൾക്കും മുന്നിൽ കോൺഗ്രസ് നേതൃത്വം വീണ്ടും മുട്ടുമടക്കിയോ? എന്താണ് പുതിയ UDF മന്ത്രിസഭയിൽ നടക്കുന്നത്? എല്ലാവരുടെ ഇടയിലും ഇപ്പോൾ ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ബൽറാമും ചാണ്ടിയുമ്മനും പുറത്തായി? ഈ മന്ത്രിസഭയിൽ ഉറപ്പായും മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് ജനങ്ങളും അണികളും ഒരുപോലെ ഉറപ്പിച്ചവരായിരുന്നു ഇവർ. വൈദ്യുതി വകുപ്പ് VT ബൽറാമും കായിക വകുപ്പ് ചാണ്ടിയുമ്മനും ലഭിക്കുമെന്ന രീതിയിലായിരുന്നു ചർച്ചകൾ. എന്നാൽ ഒടുവിൽ ജാതിമത സമവായങ്ങൾ പേര് പറഞ്ഞ് ഇവരെ അനായാസം വെട്ടിമാറ്റി. VT ബൽറാം നായർ സമുദായത്തിൽ നിന്നുള്ള ആളായതും ചാണ്ടിയുമ്മൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നായതും ഇവർക്ക് മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെടാൻ ഒരു കാരണമായി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇവർ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ സർക്കാരിന് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാകുമായിരുന്നു എന്നതിൽ സംശയമില്ല. ഇനി നമുക്ക് പകരക്കാരായി മന്ത്രിസ്ഥാനം കിട്ടിയവരുടെ യോഗ്യതയും പശ്ചാത്തലവും ഒന്ന് നോക്കാം. OJ ജനീഷ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ പെട്ട് പുറത്തായതുകൊണ്ട് മാത്രം ഷാഫി പറമ്പിലിന്റെ ശക്തമായ റെക്കമെൻഡേഷനിൽ മാത്രം മന്ത്രിസ്ഥാനത്തിലേക്ക് കയറി വന്ന ആളാണ് ജനീഷ് എന്ന ആക്ഷേപമുണ്ട്. KA തുളസി പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം സീറ്റും മന്ത്രിസ്ഥാനവും ഒപ്പിച്ചു കൊടുത്തതാണോ തുളസിക്കെന്ന് അണികൾ ചോദിക്കുന്നു. M ലിജു ആദ്യമായി MLA ആകുന്നുവെങ്കിലും ഇതിനു മുമ്പ് പലതവണ മത്സരിച്ചു തോറ്റ ചരിത്രമുണ്ട് ലിജുവിന്. എന്നാൽ KC വേണുഗോപാൽ പക്ഷത്തിന്റെ കടുത്ത പോരാളിയായതുകൊണ്ട് മാത്രം ലിജുവിനെ മന്ത്രിയാക്കാതിരിക്കാൻ നേതൃത്വത്തിന് കഴിയില്ല. ചുരുക്കം പറഞ്ഞാൽ കാര്യപ്രാപ്തി ഉള്ളവരെ ഒഴിവാക്കി ഹൈക്കമാൻഡിലെയും ഗ്രൂപ്പുകളിലെയും പ്രമുഖരുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്ന 3 പേരെ മന്ത്രിമാരാക്കി എന്നതാണ് അണികളുടെയും ജനങ്ങളുടെയും വിമർശനം. മറ്റുള്ള പലരെയും വെട്ടിനിർത്താൻ വേണ്ടിയാണ് ഈ 2 പേർക്ക് മന്ത്രിസ്ഥാനം നൽകാത്തതെന്ന് ആരോപണമുണ്ട്. 3 തവണ തുടർച്ചയായി തോറ്റ് 4ാം തവണ ജയിച്ചവരും ആദ്യമായി സഭയിലെത്തിയവരും ഒക്കെ മന്ത്രിമാരാകുമ്പോൾ ജനപ്രീതിയും അർഹതയുമുള്ള VT ബൽറാമും ചാണ്ടിയുമ്മനും ഒക്കെ പുറത്തിരിക്കേണ്ടി വരുന്നത് എന്ത് കഷ്ടമാണ്. പഴയ ഗ്രൂപ്പ് കളികളും വെട്ടിനിരത്തലുകളും കോൺഗ്രസ് ഇനിയും പഠിച്ചു തീർന്നിട്ടില്ലേ? അർഹതയുള്ളവരെ തഴഞ്ഞ് സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന ഈ രാഷ്ട്രീയം കേരളം കാണുന്നുണ്ട്.